ജുമാൻജി. ആ അത് പൈററ്റ്സ് ഓഫ് ദ കരീബിയനാ. അതായത് അതിലെ ക്യാരക്ടേഴ്സിനെ ഫീച്ചർ ചെയ്യണം. പറയല്ലേട്ടാ, അവര് പറയും ഇത് ഏത് കച്ചറ കയറിയിരിക്കണേ എന്നൊക്കെ. വേണ്ടാട്ടാ, എനിക്കാൻ പാടില്ല. ഒരു കോക്കാച്ചി പിരിക്കും, കോക്കാച്ചി വരും. നമുക്കിനി വീഗോ ബസ്സിലാണ് കയറേണ്ടത്. എന്നിട്ട് കുറച്ച് നമ്മൾ ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. അതായത് ഒരു $84. അപ്പം നമുക്ക് അത്യാവശ്യം എല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റും. കാരണം നമുക്കിവിടെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇൻഡിവിജ്വൽ പ്രൈസും ഉണ്ട്. നമുക്കൊരു പാക്കേജ് പോലെ എടുത്താൽ അതിന് ഡിസ്കൗണ്ട്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വന്നപ്പോൾ തന്നെ ക്രൂയിസ് അത് കവർ ചെയ്തു. പിന്നെ ഇനി ബാക്കിയുള്ളത് അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് അറിയത്തില്ലായിരുന്നു ആ ഒരു ഫിസിക്കൽ കാർഡ് വേണമെന്ന്. നമ്മൾ ആ ഒരു ടിക്കറ്റ് ഓൺലൈനിലാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ പോകണം. നമ്മൾ ആ ഇൻഫർമേഷൻ ഏരിയയിലൊക്കെ അവിടെ പോയിട്ട് നമ്മൾ ഫിസിക്കലായിട്ട് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവർ ബസ്സിൽ കയറ്റൂ. നമ്മളിപ്പോൾ 3 ഓപ്ഷൻസിൽ 64, 84, 104 അങ്ങനെ 3 പാക്കേജുകളാണ്. അതിൽ നമ്മൾ 84 എടുത്താണ്. നമുക്ക് ഒരു ദിവസത്തേക്ക് അത് മതിയാവും തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്കലി നമ്മൾ എടുത്തു. നമ്മൾ ഫിസിക്കലായിട്ട് പോയിട്ട് എന്നിട്ട് നമ്മൾ ബസ് കയറുമ്പോൾ ഇപ്പോൾ പറഞ്ഞു ഫിസിക്കൽ കാർഡ് വേണം. അപ്പോൾ നമ്മൾ ഫിസിക്കൽ കാർഡ് ഇനി വാങ്ങാൻ പോവാണ്. എന്നിട്ട് നമുക്കത് എടുത്തിട്ട് വീണ്ടും ബസ്സിൽ കയറാം. ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ കാർഡ് എടുക്കണം. നമ്മൾ ഓൺലൈനിൽ എടുത്താലും ഫിസിക്കൽ കാർഡാണ് അവരെ കാണിക്കുന്നത്. അതെന്തായാലും നമ്മൾ അതുകൂടാതെ നമുക്ക് വെൽക്കം സെൻറ്ററിൽ പോയാൽ നമുക്കത് കിട്ടും. അത് നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ വീണ്ടും ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പോവാം. ഓക്കെ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. നോബഡി ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് പതക്കം കിട്ടി. ഈ പതക്കം കിട്ടാൻ മതി. നമ്മൾ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. യാത്ര സൂപ്പർമാൻ അല്ല ദി മമ്മി. അത് ഞാൻ വരെ ഫാനാ. അത് കൊള്ളാം. അത് ഹൾക്ക്, ഇത് തോർ, ഇടിമിന്നലിന്റെ ദേവൻ, ഇത് അയൺമാൻ, അത് സ്കാർലറ്റ് വിച്ച് അല്ലേ, അത് ബ്ലാക്ക് വുമൺ. സ്ഥലം മാറിപ്പോയിട്ട് ഓപ്പോസ്. നമുക്ക് ഇതിന്റെ മുകളിലേക്കാ പോണ്ടേ? അതിന്റെ മുകളിലോട്ടാ പോണ്ടേ? മുകളിലോട്ട്. വി ആർ ഗോയിങ് ടു ദ വെൻഡീസ്. വെൻഡീസിൽ വന്നു ഞങ്ങൾ കഴിക്കാൻ. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല ക്യൂ ആയിരിക്കും, നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. മറ്റേ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഇല്ലേ, അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ട് വേഗം പോവാം. പിന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് $84 ആയിട്ടാണ്. അപ്പം നമുക്കെല്ലാം അത്യാവശ്യം എല്ലാം ആക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ടൈം ഉണ്ടോ എന്നതാണ് ഒരു ഡൗട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. പിള്ളേർക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇവരൊക്കെ പോകുന്നുണ്ട്, ടൈമില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, കഴിക്കാം നമുക്കപ്പം. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അങ്ങോട്ടേക്ക് പോവാ. ഇവിടെ ടിക്കറ്റിന് വെയിറ്റ് ചെയ്യണം. ടിക്കറ്റ് ഓൾറെഡി ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതിയായിരിക്കും. അത് ടിക്കറ്റ് ഇല്ലാത്തവരായിരുന്നു നിൽക്കേണ്ടിയിരുന്നത്. നമുക്ക് ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി അങ്ങോട്ട് പോയാൽ മതി. കുഞ്ഞു ദേ ഈ ഫോട്ടോ നല്ല, ഈ വീഡിയോ നല്ലതല്ലേ? അതിലെടുത്ത് ഫോട്ടോ എടുക്കുന്നത്. ടേബിൾ റോക്ക് ഹൗസ് ഓ റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ എങ്ങോട്ടാ ഇനി പോകുന്നേ? ഇങ്ങോട്ടേക്ക് പോകണോ? ഓ അവിടെ നമ്മൾ മറ്റേ സാധനം ഇടണം കേട്ടോ. നനയുന്ന സംഭവമാണ്. വയ്യ. അപ്പോൾ നമുക്ക് നോക്കാം. കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഷോപ്സ് ആണ് തോന്നുന്നു. ഇവിടെ ഫുള്ള് ഷോപ്സ് ആണെന്ന് തോന്നുന്നു. ടണലിലേക്ക് അങ്ങോട്ട് നമുക്കിനി
കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങോട്ടാ? ടണലാ? ഞാൻ കണ്ടായിരുന്നു ടണല്. ഓക്കെ, നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്ന 1 എടുത്തേക്കുന്നേ. ഓക്കെ, 1 നമ്മൾ എടുത്തേക്കുന്നത്. ടണലിൻ്റെ അങ്ങോട്ടേക്കായിരിക്കും പോകേണ്ടത്. ഓക്കെ, ടണലല്ല, നമ്മൾ ജേണി ബിഹൈൻഡ് ദ ഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്ക് ജേണി ബിഹൈൻഡ് അതിലാണ്. ഒത്തിരി ഫോട്ടോ എടുത്തു തരുമോ അവര്? അതാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ പോവാലോ? അല്ലല്ല, ഇവിടെ നമുക്ക് പോവാമോ? ഓ സീൻ, ഓ ഇത് കിട്ടില്ല വ്യൂ തന്നെ. താഴേക്ക് പോലെയാണ്, കഴിഞ്ഞു വരുന്നവരൊന്നല്ല. അവിടെ നിന്ന് ഇവിടെ ഉള്ളവരെ കണ്ടു. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് താഴെയുള്ള കാഴ്ചകൾ കാണും. അടിപൊളി അടിപൊളി. ആവശ്യമുണ്ട്, അത്രയെല്ലാം സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വെള്ളം വേണ്ടാണ്, അറിയില്ല. അയ്യോ, ഓ വാട്ടർ പാർക്ക് അമ്മം പോ, അടിപൊളി. ആ അതല്ലേ, അത്ര ഫോഴ്സാണ്. അയ്യോ, അത്ര ഫോഴ്സാണ് മോനെ. അടിപൊളി അടിപൊളി. ഓ, നനയുന്ന വീഡിയോ എടുക്കണോ? രാവിലെ ഒന്ന് കുളിച്ചോളൂ, അപ്പൊ വീണ്ടും കുളിക്കേണ്ട അവസ്ഥയായി. എന്താണെന്നറിയത്തില്ല, ഇവിടെ കോയിൻസ് കിടക്കുന്നത്. മേ ബി എന്തെങ്കിലും വിശ്വാസം കൊണ്ടായിരിക്കാം, നമ്മളിങ്ങനെ നേർച്ചിടുന്ന പോലെ ആയിരിക്കും. പിന്നെ അതിന്റെ കൺഫ്യൂഷൻ ആണോന്ന് അറിയത്തില്ല. അറിയില്ല എന്താ, എന്തായാലും കൊള്ളാം. ടണല് കൺസ്ട്രക്ട് ചെയ്യണേന്റെയും 1889 അതിന് യൂസ് ചെയ്തേക്കുന്നത് ഡൈനാമൈറ്റും പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോളിക് ജാക്കൊക്കെയാണ്. 130 അടി പാറ തുറന്നിട്ടാണ് അവരിത് ഉണ്ടാക്കിയേക്കണേ. അതുപോലെ ഇടയ്ക്ക് മണ്ണിടിച്ചിൽ കാരണം ഇടയ്ക്ക് ഒന്ന് നിർത്തി 1944. എന്നിട്ട് പിന്നെയും അവർ 1951 വീണ്ടും അവർ പണി സ്റ്റാർട്ട് ചെയ്തിട്ട് ആണ് ഇന്ന് കാണുന്ന ഈ ഫാൾസിന്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ടണലും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഏതാണ്ട് നിൽക്കുന്നത് ഹോഴ്ഷൂ ഫാൾസിന്റെ ഉള്ളിലെ ഭാഗത്താണ്. അതായത് ചെറുതായിട്ടൊരു തുരങ്ക പോലെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫാൾസിന്റെ പിൻഭാഗത്താണ് ആ വ്യൂ ഉള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള നേരെ ഫാൾസ്, നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് നല്ല കിടിലൻ വെള്ളം ഇങ്ങോട്ട് മേത്തേക്ക് വീഴുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബാക്കിൽ നിന്നിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അയ്യോ എന്തത്? ഇടിമിന്നലല്ല, അത് ഫ്ലാഷ് ഇട്ടതാ. ചെല്ലങ്ങട് ചെല്ല് പോ. അതെ മതി, കാണാൻ പറ്റില്ല, ഈ വെള്ളച്ചാട്ടം മാത്രമല്ലോ. വെള്ളച്ചാട്ടം നേരെ പിന്നെ നമ്മൾ അത്ര തന്നെ. നമ്മളെ കാറ്ററാക്ട് ടണൽ കാണിച്ചില്ലേ, ഇപ്പോൾ ഒരു വാട്ടർഫാൾസിനും ഉള്ളിൽ നിന്നിട്ടൊരു വ്യൂ ഉള്ളത്, ആ സെയിം തന്നെയായിരുന്നു ആ ക്യൂ. ഇപ്പം ഞങ്ങൾ അത് കാണാൻ നിന്നില്ല, ഞങ്ങൾ നേരെ പോകുന്നു. ഞാൻ അടുത്തത് ഞങ്ങൾ വൈറ്റ് വാട്ടർ പാർക്കിലേക്കാണ് പോകുന്നത്. നമുക്ക് നേരെ ആ ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, ഫിസിക്കലായിട്ട് എടുക്കണമെങ്കിൽ ഫിസിക്കലായിട്ട് മാത്രമാണെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോ ഇത് രണ്ടുമാണ്. ഫിസിക്കലായിട്ട് വേണമെങ്കിൽ നമുക്ക് $34. ഇനിയിപ്പോൾ ഫിസിക്കലല്ല, നമുക്ക് രണ്ടും കൂടെ വേണം. ഓൺലൈനും വേണം, ഫിസിക്കലും വേണമെങ്കിൽ നമുക്ക്
$44 പ്ലസ് ടാക്സ്. അപ്പോൾ നല്ല ഫോട്ടോ ആണ്. കാണിച്ചു കൊടുക്കുക, ഫോട്ടോ കാണിക്കേ. ഓക്കെ, ഫോട്ടോ കാണിക്കാം. ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ഫോട്ടോ ആയിരുന്നു. ഓക്കെ, ഷോ ഫോട്ടോ. ആ ബില്ലൊക്കെ കാണട്ടെ. ഇത് ഡേയും ഇത് നൈറ്റ്. നല്ല ഫോട്ടോ ആയിരുന്നു. വിത്ത് ഡേ ഉണ്ട്. സെപ്റ്റംബർ 2029-2024. നമ്മളിത് ഇനി ഫാൾസ് ഇൻക്ലൈൻ റെയിൽവേയിലേക്ക് പോവാണ്. അതായത് ഇതേ കാണുന്ന ഈ സംഭവത്തിൽ നിന്ന് നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകും. ഇതിനുള്ള വ്യൂ നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അതാണ് ഈ സംഭവം. ഇതിങ്ങനെ ഫാൾസ് ഇൻക്ലൈൻ റെയിൽവേ. അത് വേറെ, ഞാൻ പറഞ്ഞു. അത് ഇതല്ല, അത് വേറെ സാധനം. അത് വേറെ, ഇത് നമുക്കുള്ളതാണ്. യാത്ര ചെയ്യുന്നവർക്കുള്ള സംഭവം. ആൾക്കാരൊക്കെ കുറച്ച് പേര് ഓൾറെഡി പോയി വന്നു. അവരിത് ആ വഴിക്ക് പോകുന്നു. നമ്മളിപ്പോൾ കയറാൻ പോവാണ്. നോക്കാം എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അറിയില്ല, അയാൾ ചോദിക്കാം നമുക്ക്. താങ്ക് യു. നമുക്ക് പൊളിക്കാം. ബമ്പോ. ഇത്രയുണ്ടോ? അവർക്കൊന്നും മനസ്സിലായില്ല. ಫುಡ್ಡಿ ಚೆನ್ನಾಗಿದೆ ಸರ್. ये तो सकता है. चला रही ആക്ച്വലി നമ്മൾ വൈറ്റ് വാട്ടർ ട്രെയിനിലേക്കാണ് നമ്മൾ പോകേണ്ടിരുന്നത് 2:30. പക്ഷെ നമ്മൾ ഫ്ലൈ ലൈൻ റെയിൽവേ കൂടെ പോയപ്പോൾ നമുക്ക് മിസ്സായി. അപ്പോൾ നമുക്കിതിപ്പോൾ റീസ്കെഡ്യൂൾ ചെയ്യണം. റീസ്കെഡ്യൂൾ ചെയ്യാണ്ട് നമ്മൾ ഇനി അടുത്ത സ്പോട്ടിൽ നമ്മുടെ വേൾപൂൾ എയർകാറാണ്. അത് 4 മണിക്കാണ്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ വൈറ്റ് വാട്ടർ റെയിൽ റീസ്കെഡ്യൂൾ ചെയ്തിട്ട് ആദ്യം നമ്മൾ എയർകാറും അതിനുശേഷം വൈറ്റ് വാട്ടർ ട്രെയിനിലേക്കും പോകും. പിന്നെ അവിടെ നിന്ന് നമ്മൾ പവർ സ്റ്റേഷനിലേക്കും. ഓക്കെ, നമ്മളിപ്പോൾ നേരെ വേൾപൂൾ എയർകാറിലേക്ക് പോവാം. ഇപ്പോൾ സമയം ഏകദേശം 2:56, 3 മണി ടിപ്സായി. ഓക്കെ, ഇനി ബാക്കി 7 മണിക്ക് നമുക്ക് സ്കൈലൈൻ ട്രാവലിൽ കയറണം. അവിടുത്തെ കാശ്മീരിൽ നമുക്ക് അവസാനിപ്പിച്ച് പോവാം. ഒരു 7:45 കൂടി നമുക്ക് പോവാം. ഓക്കെ, നമുക്ക് ഓൾറെഡി ബീഗോ എന്ന സർവീസാണ് ഉള്ളത്. നമുക്കങ്ങനെ നായകര ഷട്ടിലുള്ളത് അങ്ങനെ ബേസിക് ബസ് സർവീസ് പോലുള്ള നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 4 പാക്കേജ്. ആ 3 ഈ ബീഗോ സർവീസ് ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ പേ ചെയ്യേണ്ട മെയിൻ വിക്ടോറിയ പാർക്ക് നമ്മൾ നേരത്തെ വരാൻ വന്ന് നമ്മൾ ഫിസിക്കൽ കാർഡ് എടുക്കാൻ മിസ്സായില്ലേ, ആ സ്ഥാനത്താണ് നമുക്ക് പോകുന്നത്. ഇനി അവിടെ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് പോകും. നമുക്കപ്പോൾ നമ്മുടെ ഡ്രൈവറുടെ വോയിസ് ഓവർ കെട്ടിയിട്ട് പോകാം. ബീഗോ സർവീസ് കൂടി ഇതിൽ 800 ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ടേബിൾ റോക്ക് സെൻറ്ററിലായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ മറ്റേ ഇത് കണ്ട ജേണി ബിഹൈൻഡ് ദ ഫാൾസും ഫ്ലൈ ഓവർ റെയിലും കണ്ടേ. അവിടെ നിന്ന് നമ്മൾ ബസ് പിടിച്ച് നമ്മളിപ്പോൾ അതിന് ശേഷം ക്യൂൻ വിക്ടോറിയ പ്ലേസിലെത്തി. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഗ്രാൻഡ് വ്യൂ മാർക്കറ്റ് പ്ലേസിലെത്തി. ഇനി അവിടെ നിന്ന് നമ്മൾ ക്ലിഫ്റ്റൺ ഹില്ലിൽ പോയി അവിടെ നിന്ന് ബേർഡ് കിങ്ഡം
പിന്നെ വൈറ്റ് വാട്ടർ ട്രെയിൽ അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. സോറി, ഇവിടേക്കാണ് നമ്മൾ പോകണത്. ഇത് മിസ്സാക്കി നമ്മൾ വൈറ്റ് വാട്ടർ വാക്ക്. ഇനി വേൾപൂൾ എയർ കാറിൽ പോയിട്ട് നമ്മളവിടെ ഇത് നമ്മൾ റീസ്കെഡ്യൂൾ ചെയ്യും, വൈറ്റ് വാട്ടർ വാക്ക്. എന്നിട്ട് നമ്മൾ അതും പോയി കാണും. ഓക്കെ, എല്ലാം മനസ്സിലായി? ശരിക്കും നമുക്ക് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. മറ്റേ ക്രൂയിസിന്റെ ആ സ്ഥലത്ത് നമ്മൾ പോയില്ലേ, അതാ ഇത് കാണുന്നത്. പിന്നെ നടക്കാൻ തോന്നില്ല നമുക്ക്. ലെഫ്റ്റ് ഹാൻഡിൽ അടുത്തത് പേടിക്കണം, അവിടെ സ്റ്റോപ്പില്ല, ഇടയിൽ പോയി കാണണം. അവിടേക്ക് പോകാനുള്ള നോക്കെ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ എത്തി. ഇവിടെ ഒന്നും ബേർഡ് കിങ്ഡത്തിനും ഇവിടെ ഒന്നും ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന റെസ്റ്റോറൻറ്റ് നമുക്ക് സ്റ്റോപ്പില്ല. അതുകൊണ്ട് അവിടേക്ക് പോകാൻ ഒന്നെങ്കിൽ ഇവിടെ ഇറങ്ങണം, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങണം. വൈറ്റ് വാട്ടർ വാക്കിൽ ഇറങ്ങണം. അടുത്ത സ്റ്റോപ്പ് വൈറ്റ് വാട്ടർ വാക്കാണ്. ഓക്കെ, നോ, നമ്മളിപ്പോൾ എയറോകാറിൽ പോകാനായിട്ടാണ് പോകുന്നത്. നമ്മുടെ ടൈം എന്ന് പറയുന്നത് 4 o'clock ആയിരുന്നു. ഇനി 4 o'clock ആണെന്ന് കരുതിയിട്ട് ഇപ്പോൾ നമ്മുടെ ടൈമിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ ഫ്രണ്ട് ഡെസ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ടൈം ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ഒന്നും ആവത്തില്ല. നമ്മളപ്പോൾ ടൈം എക്സ്ചേഞ്ച് ചെയ്ത് കയറാൻ പോകും. വെള്ളം കണ്ടില്ലേ, പച്ച കളർ അല്ലേ? ഇവിടുന്ന് ഈ ഭാഗത്ത് നമ്മൾ പോയി അവിടെ വരെ എത്തും നമ്മൾ. അങ്ങനെ നമ്മൾ എയറിൽ കൂടെ ഒരു യാത്രയാണ്, എയറോക്കാറിലൂടെ പോകുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആൾക്കാരൊക്കെ അവിടെ സെറ്റാണ്, ഭയങ്കര എക്സൈറ്റഡ് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്ന് കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം, കാത്തിരുന്ന് കാണുക. ഓക്കെ, അവിടെ ദൂരെ നമുക്ക് ആൾക്കാരെ കാണാൻ സാധിക്കുന്നതാണ്. അതെ, ഇതാണ് അവർ. ഇത് കുഞ്ഞു പിള്ളേരോ, അയാളുടെ ഫാമിലിയാണ്, 2-3 പേര്. അവരെങ്ങനെയാണോ എത്തിയാവോ? ഒരു പയ്യെ മന്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. kilometers an hour. The estimated flow of that water is 170 million liters per minute. Now the people that are currently standing on my right, looking down the walking trees on a stone platform, will see a large yellow circle. That yellow circle is used for emergency helicopter landings if there's any trouble down below. The depth of the Whirlpool Center is 126 feet deep, and from the shore it is 35 to 50 feet deep. And we are getting closer to the other side, so I do just want to explain the rotation process. Now please get everybody on my right to walk behind me to my left, and everybody on my left to walk in front of me to my right. For the people standing in the middle, if you guys want to feel included, I recommend spinning around in circles. And we can start moving now, everyone. We're just doing this so everybody sees both sides of the car, so try to be mindful of that as we are moving around. And we can start walking now. And you guys are all going to start pushing up that way. Oh, ആയിക്കോട്ടെ. ഓ, അടുക്കാൻ പോണേ ബാഗൊക്കെ എന്നുണ്ടായി. അവരോട് ഒന്ന് കാഴ്ച കാണണം. ഒരു അടുത്ത ഇത് വന്നല്ലോ, സ്പീഡ് ബോട്ട് വന്നല്ലോ. തുടല്ലേ We are powered by an electric 50 horsepower motor that goes 8 kilometers an hour. In the event of a power failure, we generate back the diesel motor that will bring us right back to the dock. If that doesn't work out, we also have a rescue car that holds up 2 crew passengers and 1 operator. അതാണോ വൈറ്റ് വാക്കിംഗ് ട്രയല്? അയ്യോ, ഇതാണോ വൈറ്റ് വാക്കിംഗ് ട്രയല്? അയ്യോ, സീൻ. We are suspended between 2 Canadian points. However, on a crocodile, now you guys will be exiting to the left at the gate. നമ്മൾ ബാക്ക് ടു വേർ വി സ്റ്റാർട്ടഡ്. എന്താ എയ്റോക്കാറിന്റെ സംഭവം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് വാട്ടർ വാക്കിലേക്ക് പോകണം.
കയറി നോക്കാം. ഇനി വാട്ടർ വാക്ക് അല്ലേ? താങ്ക് യു. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. വൈറ്റ് വാട്ടർ വാക്ക്. ഓക്കെ, നോക്കാം. എന്തായാലും നടക്കാനുണ്ടെന്ന് മനസ്സിലായി. നടക്കണം. ഇത് മറ്റേ ആ സംഭവം നമ്മൾ ആദ്യത്തെ എന്തിനകത്ത് പോയപ്പോഴായിരുന്നു ഇതുപോലത്തെ ഒരു ടണലിൻ്റെ ഉള്ളിലൂടെ പോയത് നമ്മൾ. ആ, അപ്പൊ അതുപോലത്തെ അതിനൊരു സംഭവമാണ്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ജാക്കറ്റ് ഒന്നും ഇടണ്ട. സ്പീഡിൽ പോയി കഴിഞ്ഞാൽ സ്പീഡിൽ ആക്കാം. എത്രയാണ് നമ്മൾ തുടങ്ങിയത്? 3:57 തുടങ്ങിയത്. എപ്പോഴാണ് കഴിയുന്നതെന്ന് നോക്കാം. എത്ര മിനിറ്റ് നടക്കാനുണ്ടാവും. ഓക്കെ, ആ സ്പെക്സ് ഉരിക്കോ, സൺഗ്ലാസ് ഉരിക്കോ, കാണത്തില്ല. ഇത്രയുണ്ടോ? വാക്കെന്ന് പറഞ്ഞപ്പോൾ കുറേ നടക്കാനുണ്ടാവും എന്നാണ് വിചാരിച്ചത്. എനിവേ ഇറ്റ്സ് ഓക്കെ. അല്ല, ഉണ്ടാവുമായിരിക്കും. ഇത് മാത്രമൊന്നും ആയിരിക്കില്ല കേട്ടോ. ഓ, എന്തൊരു ഒഴുക്കാണ് നോക്ക്. ഓ എൻ്റെ പൊന്നോ, ഇത് രസാ. എൻ്റെ കൂടെയുള്ള ആളെന്തേ തീർക്കാം. നല്ല ഭംഗിയില്ലേ? ഈ പ്രായമുള്ളവരൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഏജ് ആയവരൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാ. നമ്മൾ നടക്കും, നമ്മൾ വീണ്ടും വരും ഇങ്ങോട്ട്. Five meter. Yes. വെള്ളം ഇങ്ങനെ അത്ര ആഴത്തിൽ വന്ന് പതിക്കൊണ്ടാണ് പതവരെന്നാണ് ഇത് പറയണത്. നല്ല ആഴമുള്ളതുകൊണ്ടാണ്. ശരിക്കും ഉണ്ടല്ലോ കാണാൻ എന്ത് ഭംഗി. എടുത്ത് ചാടാൻ തോന്നൂലേ? നല്ല ഭംഗി. എനിക്ക് നീന്തൽ അറിയില്ല. നീന്തൽ അറിയില്ല. ജോർജോ നല്ല രസമുണ്ട്. നല്ല കൂളിങ്ങും ഉണ്ടല്ലേ? അല്ലേ? ആ, നല്ല ആഴണ്ട അവിടെ. ആൾക്കാർ പലരും മരിച്ചു പോയില്ലേ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ. ഞാൻ പറയട്ടെ, ഇത് കടലല്ലല്ലോ. കടലല്ല, പക്ഷെ കണ്ടില്ലേ തിര ഇങ്ങനെ അതവിടുന്ന് ഒലിച്ച് വരുന്ന വെള്ളം കാരണമല്ല, അല്ലാണ്ട് അത് കടലായോണ്ടാണോ? അതവിടുന്ന് ഒലിച്ച് അത്രയും ഫോഴ്സ് വരുമ്പോൾ അവിടുത്തെ അവർ തമ്മിൽ തട്ടി ഇങ്ങോട്ട് അലച്ച് വരുന്നതല്ലേ. അതിനിടയ്ക്കിടയ്ക്ക് പാറക്കൂട്ടങ്ങളാ. അപ്പം പാറക്കൂട്ടം തട്ടിയിട്ട് അങ്ങനെ ഇങ്ങോട്ട് വരുന്നതാ. അല്ലെങ്കിൽ തിരമാല നല്ലത്. ഞാൻ തന്നെ. അതായത് വൈറ്റ് വാട്ടർ ട്രെയില് നമുക്ക് ഇവിടെ ഇതോടുകൂടി തീർന്നിരിക്കണത്. ആ കാണാണ് അതിൻ്റെ എൻഡ്.
അതോടെ തീർന്നു. നമ്മളിനി നേരെ അടുത്ത സ്പോട്ടായുള്ള ബട്ടർഫ്ലൈ കൺസർവേറ്ററിയിലേക്ക് നമ്മൾ കുതിക്കുകയാണ്. ഓക്കെ, അങ്ങനെ തീർന്നിട്ടില്ല, പിന്നെ ഉണ്ട്. പിന്നെ നായകര പവർ സ്റ്റേഷൻ കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് സ്കൈലോൺ ടവർ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ടോപ്പ് വ്യൂ ഉണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ ഇനി കിടക്കണമല്ലോ. നിങ്ങൾ വന്ന് അങ്ങോട്ട് വാ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാല് കഴിക്കുന്നത് ഫാസ്റ്റ് ആണ്, അവിടുത്തെ വാട്ടർ എന്നാണ് പറയുന്നത്. ഇവിടെയാണെങ്കിൽ 40 km/h. ഫാൾസിന്റെ താഴെയുള്ള ഭാഗത്ത്. ഓക്കെ, ഫാൾസിന്റെ എത്രയാ? 109 km/h. ഇവിടത്തെ ഏരിയയിലത്തൊക്കെ അതെ, ഈ കാണുന്ന ഏരിയ ഒക്കെ 48 km/h. ഓ, വഞ്ചി ഓടിച്ച് പോയി പെട്ടെന്ന് വീട്ടിലെത്താം.